ഓക്കെ, താങ്ക് യു. ചേച്ചി എന്താ, നമസ്കാരം. ചേച്ചി എവിടെയാ? ചൂരൽമല. വീട് ചൂരൽമല ഹൈസ്കൂളിൻ്റെ അടുത്താണ്. ഹൈസ്കൂളിൻ്റെ അടുത്താണ്. പേരെന്താ? പേര് എൻ്റെ ലത. ലത. ഹസ്ബൻഡ് പേര്? ശ്രീനിവാസ്. ചേച്ചിയുടെ മുഖം ഒന്ന് ഇതെടുത്ത്. ചേച്ചിയെ പ്രഷർ ഓർമ്മിക്കുന്നുണ്ടാവും ഒരു പക്ഷേ. ചേച്ചി ആണ് നമ്മൾ അന്ന് തുടർച്ചയായിട്ട് സ്ക്രീനിൽ ഞങ്ങൾ കാണിച്ചു ചേച്ചിയുടെ ഫോട്ടോ. ചേച്ചിക്കൊരു മകൻ ശ്രീലേഷ്. അയാളെ കിട്ടിയോ? കിട്ടി. ആ ചേച്ചി പക്ഷേ അന്ന് നമ്മൾ മറ്റൊരു ചേച്ചിയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു എവിടെയാ സുദേവിൻ്റെ വൈഫാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് ചേച്ചിയുടെ ചിത്രം നമ്മൾ കാണിച്ചപ്പോഴാണ് അത് ആൾക്കാർക്കൊരു സംശയമുണ്ട്. ഏകദേശം അവർ ഒരേപോലെ ഇരിക്കുന്ന ആൾക്കാരാണ്. അല്ലെ, ഷീജയാണോ എന്ന് തെറ്റിദ്ധരിച്ചിരുന്നു നമ്മൾ. അതാണ് ആ രൂപം കണ്ടത്. അത് അന്ന് ഈ സംഭവം നടക്കുമ്പോൾ അതിനുശേഷം രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ ഇവരുടെ വീടിൻ്റെ ആ ഭാഗത്തു നിന്ന് കുറച്ച് പണവും സ്വർണവും കിട്ടിയിരുന്നു. കിട്ടിയതിലും അതിൽ പൈസയും സ്വർണ്ണവും ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ സ്വർണവും ഫയലും അതേപോലെ തന്നെ ആധാർ കാർഡൊക്കെ ഇവരുടെ ആ തിരിച്ചറിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഇവരുടെ ബന്ധു തന്നെ വിളിച്ചിരുന്നു. അപ്പോൾ അത് നമ്മൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുമായി സംസാരിച്ചു. അപ്പോൾ അവർ ട്രഷറിയിലാണുള്ളത്, അതിൻ്റെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ടൊക്കെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിവർ വേറെന്തോ ആവശ്യത്തിന് വേണ്ടി വാങ്ങി വെച്ച വേറെ ഒരു ആശയമല്ല, മോളുടെ ആണ്. മോള് കല്യാണം മായിലാണ് കെട്ടിച്ചു വിട്ടത്. അപ്പം മോള് അങ്ങനെ ഇടൂലല്ലോ, നെക്ലേസ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ എത്ര പവനുണ്ടായിരുന്നു? എത്ര പവനില്ല, 2 പവൻ്റെ ഒരു നെക്ലേസ് ഉണ്ടായിരുന്നു. കുട്ടീൻ്റെ ഒരു തണ്ട ഉണ്ടായിരുന്നു, 2 കാൽ തണ്ട. പിന്നെ മോളിൽ കൈ ചെയിൻ ഒന്ന് പൊട്ടിയിട്ടുണ്ടായി. അപ്പോൾ പറഞ്ഞു, അമ്മ അടുത്തതിൽ നമുക്ക് മാറ്റണം, ഇത് ഇവിടെ തന്നെ മാറ്റിയിട്ട് പോകാം, ഇവിടെ കെട്ടാന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ മോൻ്റെ ഒരു കൈ ചെയിന്, കൈക്കുള്ള ചെയിന് അതും ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ജിംക്കി ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കമ്മൽ, പിന്നെ 2 റിങ് ഉണ്ടായിരുന്നു. ഒരു അതിപ്പം റവന്യൂ വകുപ്പിന്റെ കയ്യിലുണ്ട്, ഫയലൊക്കെ. ഉടനെ വേണമെന്നുണ്ടോ അതോ ഇത് പതുക്കെ ഒഴിയുന്നതിന്റെ മുന്നേ ദീപക്കുണ്ട്, നമ്മൾ മിനിസ്റ്റർ ഉണ്ട്, വേണമെങ്കിൽ നമ്മൾ വേണ്ട, പെതുക്കെ മതി. ഇവിടെ വെക്കാൻ സ്ഥലമില്ലല്ലോ, അത് അവിടെ സേഫ് ആയിട്ട് ഇരുന്നോളും. ചേച്ചി ശ്രീനി ചേട്ടൻ്റെ വിവരമില്ലല്ലേ? രണ്ടാള് പോയിട്ട്. ശ്രീനി ചേട്ടൻ്റെ എൻ്റെ മുന്നിൽ നിന്നാണ് പോകുന്നത്. ഞങ്ങൾ ഒരു 20 ആളായിരുന്നു. 20 ആള് ഔസപ്പച്ചൻ്റെ വീട്ടിൽ. ഓർമ്മിക്കണ്ട, അത് പോയി. ഇനി അത് ഉറപ്പിട്ട് ഇത് ചേച്ചിയുള്ള സംവിധാനം ഉണ്ടാകും. ചേച്ചി വിഷമിക്കൊന്നും വേണ്ട. ഇതൊക്കെ ഇനിയിപ്പം മോനൊരു കുട്ടിയുണ്ട്, 3 മാസമാകാൻ. 3 മാസമുള്ള കുട്ടി ആയിട്ടില്ല. 6-ാം തീയതി വന്ന 3 മാസമാവുള്ള കൊച്ചിക്ക്. ആ കുട്ടി പക്ഷെ അവൻ സേഫാണ്. കുഞ്ഞ് അല്ലല്ലോ, കുഞ്ഞുണ്ട്. അവളുടെ വീട്ടിലാ. അവരുടെ വീട്ടിൽ. അപ്പം ആ ഒരു മോനാണോ ഉണ്ടായിരുന്നത്? അല്ലല്ലോ, എനിക്കൊരു മോനും ഒരു മോളിപ്പം മോള് തലശ്ശേരി മോളുടെ വീട്ടിലാണ് ആദ്യം പോയത് അല്ലേ ചേച്ചി? മോളുടെ വീട്ടിലോട്ട് ആദ്യം ഇതിൽ പോയിട്ടില്ല. മോളുടെ വീട് എവിടെയാ? മാഹിയിലാണ് കെട്ടിച്ചു. ഇങ്ങോട്ട് വന്നിരുന്നോ? വന്നത് വിവരം അറിഞ്ഞപ്പോൾ ഇന്നലെ പോയത്. ഇനിയിപ്പോൾ ആ വീട്ടിലോട്ടൊന്നും പോകാൻ പറ്റില്ലല്ലോ അങ്ങോട്ട്. എങ്ങനെ പോകാം, ഏത് ധൈര്യത്തിൽ പോകാം? വീടൊന്നുമില്ല, ഭൂമിയായി. കൊച്ചുമോനെ കണ്ടോ? കൊച്ചുമോനെ കണ്ടോ? ഇവിടെ കൊണ്ടുവന്നോ? ഇപ്പോൾ ക്യാമ്പിലോട്ടെങ്ങാനും കൊണ്ടുവന്നോ? ഇല്ല, മോള് വന്നിട്ടുണ്ടായി, മരുമകൾ വന്നിട്ടുണ്ടായി. കുട്ടി അവൻ്റെ കുട്ടിയാ. പോകുന്നു. ഇനി മരുമോളുടെ അടുത്തേക്ക് പോകുന്നുണ്ടോ? മരുമോളുടെ അടുത്തേക്ക് പോയി നിൽക്കുന്നുണ്ടോ? ഇല്ല, മരുമോളുടെ അടുത്ത് നിൽക്കണോ, കൂട്ടി നിൽക്കണോന്ന് എൻ്റെ യാതൊരു ഒളുക്കു. സ്നേഹിച്ച് കല്യാണം ആയതാ, 10 വർഷമായി. ശ്രീലേഷ് സ്നേഹിച്ചു 10 കൊല്ലമായി. മരുമോളുടെ പേരെന്താ? ആതിര. മോളുടെ പേര് ഇപ്പൊ കിട്ടി. മോളുടെ ശ്രീലേഷ്. മോന് പേരിട്ടില്ല. കുട്ടിക്ക് പേരിട്ടിരിക്കുന്നു, മോളാ. പേര് ശരിക്ക് എന്തൊക്കെയോ പേരല്ല, ഇപ്പൊ പറ്റുന്ന കിട്ടൂല നമുക്ക്. ചേച്ചി അതിന് പോയതിനെ കുറിച്ച് ഇങ്ങനെ സങ്കടം ഉണ്ടാവും, അത് കുറച്ച് സമയം എടുക്കും. ഇത് എന്തെങ്കിലും ആവശ്യം? മോന് പോയില്ല, മോനെ തന്നു. നിങ്ങൾ ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നു? 3 ആൾ ഒരുമിച്ചായിരുന്നു. ആദ്യത്തെ പൊട്ടുവിന് രക്ഷപ്പെട്ടതാ എല്ലാവരും. 2ാം പൊട്ടും ആദ്യം ഞങ്ങളെല്ലാവരും ഓടി മാറിയതാ. എന്നിട്ട് എവിടെ മാറി നിന്നു നിങ്ങൾ? നമ്മളൊരു നമ്മളല്ല യൂരലിന്റെ ഒപ്പാണ്. എങ്ങനെയെന്ന് അതാ പറയും. ഡൈനിങ് ഹാൾ മൊത്തം പോയി. 2ാമത്തെ പൊട്ടിലാണ് പോയത്. ശരിക്കും നമ്മൾ ആകെ രക്ഷപ്പെട്ടല്ലോ. 1ാമത്തെ ഇനി ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു. പോകാനും പറ്റൂല, രാത്രിയല്ലേ. രാത്രി എവിടെ പോകാനോ? പോയിട്ടൊന്നത് ഞാൻ കണ്ടു. ആ ചേച്ചി ഞങ്ങളുടെ സ്ക്രീനിലുണ്ട്. ചേച്ചി ആ വിഷ്വൽ ഇതൊക്കെ ഇപ്പൊ വാടിയതല്ലോ.
ഇപ്പൊ ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് ആവശ്യമുണ്ടോ സർക്കാരിനോട് പറയാൻ? എന്തെങ്കിലും അല്ല, വീടിന്റെ പൊതുവായ ആവശ്യം സർക്കാർ കേട്ടിട്ടുണ്ട്, അതുണ്ടാവും. അപ്പോൾ ഇന്നിപ്പോൾ മിനിസ്റ്റർ സംസാരിക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് ആവശ്യം എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ മരുമകൾക്ക് എന്തെങ്കിലും മരുമോക്ക് നല്ല പഠിപ്പുണ്ട്, പഠിപ്പുണ്ട് അല്ലേ? വിദ്യാഭ്യാസമുള്ള കുട്ടിയാ, എന്തെങ്കിലും ജോലി എന്തെങ്കിലും വേണം. ജോലി എന്ത് പഠിച്ചിട്ടുണ്ട് മരുമോൾ? കൂട്ടി പിടിക്കാനാണ് എന്താ മരുമോൾ എന്താ പഠിച്ചിരിക്കുന്നത്? അവള് ടീച്ചേഴ്സ് ഇതിന് പഠിപ്പ് കഴിഞ്ഞതാ. നമുക്കത് എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കാൻ പറ്റുന്ന സർക്കാരിനോട് ചോദിക്കും. ചെറിയ മോളുള്ളതല്ലേ, കുഞ്ഞു മോള് ഇപ്പം 4 മാസം. ശ്രീലേഷിന്റെ കുഞ്ഞാണ്. അവളൊരു ജീവിതം വേണ്ടെന്ന്. ശ്രീലേഷിന് എന്തായിരുന്നു ജോലി? അവൻ ട്രാവൽസിലായിരുന്നു. ശ്രീലേഷ് അമ്മയുടെ കൂടെ തന്നെയായിരുന്നു അല്ലേ? എൻ്റെ കൂടെ ശ്രീനിയും ശ്രീലേഷും അമ്മയും കൂടി താമസിച്ചു. പ്രസവമായപ്പം നാളായിരുന്നു പ്രസവത്തിന് അവൾ അങ്ങോട്ട് പോയി. നമ്മൾ 3 ആൾ ഉണ്ടായത്. ശരിയാവും ചേച്ചി എല്ലാം. എനിക്ക് ചേച്ചിയെ കാണണമെന്നുണ്ടായിരുന്നു. ചേച്ചി ഇത് ക്യാമ്പിലാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ അന്ന് ചേച്ചിയുടെ ഇങ്ങനെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. അല്ല ഷീജയാണോ? ഷീജ അറിയാമോ ഈ സുദേവൻ്റെ വൈഫിനെ? ഇല്ല, മുണ്ടക്കയിലുള്ള സുദേവൻ്റെ ഭാര്യ അറിയാമോ? അറിയാമോ? ചേച്ചിയുടെ ഫോട്ടോ കണ്ടിട്ട് സുദേവൻ്റെ ഭാര്യയുടെ സുഹൃത്ത് വിളിച്ചു. അത് സുദേവൻ്റെ ഭാര്യ ജീവിച്ചിരിപ്പുണ്ട് ഷീജ, ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കാണിച്ചു തുടർച്ചയായിട്ട്. അപ്പോഴാണ് പറഞ്ഞത് ചേച്ചി ലതയാണ്, ശ്രീനിയുടെ വൈഫാണ്. ശരിയാവും. ആധാർ എഴുത്തായിരുന്നു ശ്രീനിയേട്ടൻ. ശ്രീനിയേട്ടൻ അല്ലേ? എത്ര വയസ്സായിരുന്നു ശ്രീനിയേട്ടൻ? ഒരു 64, 66 അങ്ങനെ ഉണ്ടാവും. ശരി ചേച്ചി അത് സംസാരിക്കണ്ട. ചേച്ചി ക്യാമ്പിലേക്ക് പോയി. ക്യാമ്പിലെല്ലാം ഓക്കെ അല്ലേ? എല്ലാം സംവിധാനങ്ങളും. അപ്പം ഈ സ്വർണ്ണത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോഴേക്ക് മതിയല്ലോ അല്ലേ? അതൊന്ന് എത്രയും പെട്ടെന്ന് ഇടപെട്ടിട്ട് വേണ്ട. പൈസ ഒന്നും ഉണ്ടായില്ല, സ്വർണ്ണം മാത്രമാണ് എൻ്റെത്. പിന്നെ ഏട്ടൻ്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ടായിരുന്നു പോക്കറ്റിൽ, അതേ ഉള്ളൂ. നമ്മളില്ലാത്തതല്ലോ ഒന്ന് പറയാറുണ്ടല്ലോ. തീർച്ചയായും അത് ക്യാമ്പിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഒന്ന് തീർച്ചയായിട്ടും ദീപക് പിന്നെ സ്വർണ്ണം എൻ്റെ വീട്ടിൽ ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അതൊക്കെ ഇത് മാത്രമല്ല, നിങ്ങളുടെ രേഖകളൊക്കെ കിട്ടാൻ ഒരൊറ്റ ഓഫീസ് തുടങ്ങാൻ പോവുകയാണെന്ന് മിനിസ്റ്റർ പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞു ഒരൊറ്റ ഓഫീസ് നിങ്ങൾക്ക് വേണ്ടി തുടങ്ങാൻ പോവുക. അപ്പോൾ അത് അവിടെ പോയി നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ രേഖകളുടെയും പകർപ്പുകൾ കിട്ടും കേട്ടോ. അതിലൊന്നും ബുദ്ധിമുട്ടില്ല.